ഹായ് ഓൾ, ആംഗിൾ സ്പ്രെയിൻ വളരെ സാധാരണയായി വരുന്നൊരു ഇഞ്ചുറിയാണ്. എന്നാൽ ഇത് ശരിയായ രീതിയിൽ പരിഹരിച്ചില്ലെങ്കിൽ, അല്ലെ നല്ലൊരു റീഹാബിലിറ്റേഷൻ പ്രോട്ടോക്കോൾ നമ്മൾ പാലിക്കുന്നില്ലെങ്കിൽ ഈ ജോയിൻറ്റിന് വീണ്ടും വേദന വരാനും വീണ്ടും ഇങ്ങനെ സ്പ്രെയിൻ വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയ പല ഘട്ടങ്ങളിലായിട്ട് ചെയ്യാൻ പറ്റിയ എക്സർസൈസാണ് നമ്മൾ നോക്കുന്നത്. പ്രോഗ്രസീവായി റീഹാബിലിറ്റേഷൻ്റെ ഓരോ ഘട്ടത്തിലും ചെയ്യാൻ പറ്റിയ 6 എക്സർസൈസാണ് നമ്മൾ നോക്കുന്നത്. വേദനയും നീരുമൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് മൊബിലിറ്റിയും സ്ട്രെങ്തും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒന്നാമത് ചെയ്യുന്ന എക്സസൈസാണ് ബാൻഡ് ഡിവേർഷൻ എക്സസൈസ്. പിക്ചറിൽ കാണുന്നത് പോലെ നമ്മളൊരു റെസിസ്റ്റൻസ് ബാൻഡ് ഉപയോഗിച്ച് പാദം പുറത്തേക്ക് വലിക്കുക. അത് നമ്മുടെ പെരോണിയൽ പേശികളെ ബലപ്പെടുത്തും. അടുത്തതായി ആംഗിൾ ജോയിൻ്റെ ഫ്ലെക്സിബിലിറ്റി കൂട്ടുന്നതിന് വേണ്ടി പാദം ഒരു ബെഞ്ചിന് മുകളിൽ വെച്ചിട്ട് മുട്ടുമടക്കി മുന്നോട്ട് ആഞ്ഞു നിൽക്കുക, പിക്ചറിൽ കാണുന്നത് പോലെ. മൂന്നാമത്തത് ഡൈനമിക് ബാലൻസ് ആണ്. അത് നമ്മുടെ ബാലൻസ് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഒരു ബാലൻസ് ഡിസ്കിന് മുകളിൽ ഒറ്റക്കാലിൽ നിൽക്കുക. മറുവശത്തെ കാല് പല ഡയറക്ഷനിൽ ചലിപ്പിച്ച് നമ്മുടെ ബാലൻസ് നിലനിർത്താൻ ശ്രമിക്കുക. ലാറ്ററൽ സ്റ്റെപ്പ് ഡൗൺ. ഒരു ബോക്സിന് മുകളിൽ നിന്ന് ഒരു വശത്തേക്ക് കാല് പതുക്കെ താഴേക്ക് വെക്കുക. ഹിപ്സ് കൃത്യമായിട്ട് നേരെ വെക്കാൻ ശ്രമിക്കണം. ഇത് കാലുകൾക്ക് കരുത്ത് നൽകുന്നു. സ്കേറ്റർ ഹോപ്പ്. ഒരു വശത്തു നിന്ന് മറ്റൊരു വശത്തേക്ക് പതുക്കെ ചാടുക. ഇത് ആംഗിളിൻ്റെ ലാറ്ററൽ പവർ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ട്രിപ്പിൾ ഹോപ്പ്. 3 തവണ തുടർച്ചയായി മുന്നോട്ട് ചാടുക. ലാൻഡിങ് കൃത്യമായിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം.